നമസ്കാരം. ഇപ്പോൾ നല്ല മഴക്കാലമാണ്. എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഇക്കൊല്ലവും നല്ല ശക്തിയായിട്ടുള്ള മഴ തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ മഴക്കാല രോഗങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ആ മഴക്കാല രോഗങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് മാറാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മഴക്കാല രോഗങ്ങൾ അല്ലെങ്കിൽ മഴക്കാലത്ത് രോഗങ്ങൾ കൂടാനുള്ള കാരണം? അതെന്താ വെച്ചാൽ മഴ സീസണിൽ കൂടുതലായിട്ട് ഈ രോഗാണുക്കൾ പടരാനും അവർക്ക് പെരുകാനും കൂടുതൽ സാധ്യതകളുണ്ട്. കാരണം ഒരുപാട് വെള്ളം ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളം പഴകി കഴിഞ്ഞാൽ അതിനകത്ത് ഈ അസുഖം പരത്തുന്ന രോഗാണുക്കൾ വളരാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. പിന്നെന്താ വെച്ചാൽ അന്തരീക്ഷത്തിൽ തന്നെ ഒരു ഈർപ്പമുള്ളതാണ്. അപ്പോൾ ആ ഈർപ്പമുള്ള അന്തരീക്ഷത്തിലൂടെ രോഗാണുക്കൾക്ക് പകരാൻ മറ്റാൾക്കാരിലേക്ക് പകരാനുള്ള സാധ്യതകളും കൂടി വരുന്നുണ്ട്. വേനൽക്കാലത്ത് നല്ല ചൂടും ഈർപ്പത്തിൻ്റെ അളവ് കുറവാകുമ്പോൾ ഈ രോഗാണുക്കൾക്ക് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് അത് കൂടുതലായിട്ട് വരുന്നത്. മഴക്കാലത്ത് പ്രധാനമായിട്ട് 4 വിധത്തിലൂടെയാണ് രോഗങ്ങൾ പകരുന്നത്. ഒന്ന് വായുവിലൂടെ കിട്ടുന്നത്, ഒന്ന് കൊതുകുകളിലൂടെ കിട്ടുന്നത്, പിന്നൊന്ന് വെള്ളത്തിലൂടെ കിട്ടുന്നത്, പിന്നൊന്ന് കേടുവന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്നത്, അല്ലെങ്കിൽ പാചകം ചെയ്യാത്ത ഭക്ഷണത്തിലൂടെ കിട്ടുന്നത്. അങ്ങനെ 4 തരത്തിലാണ് നമുക്ക് ഈ മഴക്കാലത്ത് കൂടുതലായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത. അതിലാദ്യം നമുക്ക് കൊതുകുകൾ പരത്തുന്ന രോഗത്തെ പറ്റി നോക്കാം. കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഡെങ്കു എന്ന് പറയുന്ന ഡെങ്കിപ്പനി, മലേറിയ, അതുമാതിരി ചിക്കൻ ഗുനിയ. ഇത് മൂന്നാണ് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഈ ഭൂപ്രദേശത്ത് മഴക്കാലത്ത് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളായിട്ട് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ കൊതുകുകൾ മഴക്കാലത്ത് പരത്തുന്നത്? കാരണം കൊതുകുകളുടെ പ്രത്യുൽപാദനം കൂടുതൽ നടക്കുന്ന കാലമാണ് ഈ മൺസൂൺ, അഥവാ മഴക്കാലം. അപ്പോൾ മഴക്കാലത്ത് കൂടുതൽ കൊതുകുകൾ പെറ്റുപെരുകുന്നു, എണ്ണം കൂടുതൽ വരുന്നു. അവയാണ് ഈ രോഗങ്ങൾ പരത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരത്തുന്ന അസുഖങ്ങളും കൂടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഡെങ്കു ബാധിച്ചുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്ന ആ രോഗമുള്ളതിൻ്റെ 34% ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാതിരി മലേറിയ, മറ്റൊരു തരം കൊതുകുകൾ പരത്തുന്ന മലേറിയ എന്ന് പറയുന്നത് ഏതാണ്ട് 15% ലോകത്തിലാകുള്ളതും ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയധികം കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ ആദ്യം നമുക്ക് ഡെങ്കിപ്പനിയുടെ കാര്യങ്ങളെന്ന് പറയാം. ഡെങ്കു ഫീവർ നമ്മുടെ ഭാഷയിൽ ഡെങ്കിപ്പനി എന്ന് പറയുന്നത്, അത് ഏഡിസ് ഈജിപ്റ്റൈ എന്ന് പറയുന്ന ഒരു തരം കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ്, ഒരു വൈറസ് പനിയാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഏഡിസ് ഈജിപ്റ്റൈ പ്രധാനമായിട്ടും ഇതുമാതിരി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പെറ്റുപെരുകുന്ന ഒരു തരം കൊതുകാണ്. അത് മുട്ടയിടുന്നത് സാധാരണഗതിയിൽ ഈ പറമ്പിലൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളം, അതുമാതിരി ചെറിയ ചിരട്ടകൾ, ചെറിയ പുറത്ത് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ, ഉപയോഗിക്കാത്ത ജലാശയങ്ങൾ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇവ പെറ്റുപെരുകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറേ കൂടെ ഈ നഗരവൽക്കരണം വന്നപ്പോൾ അവർ ഈ നഗരങ്ങളിലും ഈ അല്ലാത്ത നഗരങ്ങളിലും അത്തരത്തിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളം ഓടകളിലായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇവ പെറ്റുപെരുകുന്നുണ്ട്. അപ്പോൾ അത് പരത്തുന്ന ഒരു തരം പനിയാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൊതുക് സാധാരണ ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ചെന്ന് മുതൽ 4 മുതൽ 7 ദിവസം വരെയാണ് അത് ശരീരത്തിൽ ലക്ഷണങ്ങൾ പുറത്ത് വരാനുള്ള സമയം. 4 മുതൽ 7 ദിവസം വരെ. ഇന്നിപ്പോൾ ഒരു ഈഡിസ് ഈജിപ്റ്റൈ കടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസമൊക്കെ ആയിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, പനി പോലുള്ള ലക്ഷണങ്ങൾ പുറത്ത് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി, ഭയങ്കരമായ ക്ഷീണം, തലവേദന, മേലുവേദന എന്നിവയൊക്കെയാണ് സാധാരണ ഡെങ്കിപ്പനിയുടെ ആദ്യത്തെ പ്രാരംഭ ലക്ഷണങ്ങൾ. ഈ ഡെങ്കിപ്പനിയുടെ 4 തരത്തിലുണ്ട്. ടൈപ്പ് 1, 2, 3, 4. അതിൽ ടൈപ്പ് 1ഉം 2ഉം താരതമ്യേന വളരെ നിസ്സാരമായിട്ടുള്ള പനികളാണ്. പക്ഷേ ടൈപ്പ് 3ഉം ടൈപ്പ് 4ഉം വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. ടൈപ്പ് 4 എന്ന് പറയുന്നത് ജീവഹാനി സംഭവിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള ഒരു ടൈപ്പാണ്. ഈ 4ഉം കാണുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് വളരെ സാധാരണമായിട്ട് കാണുന്ന ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം കൂടിയാണ്. ഇതിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലെ വെളുത്ത രക്താണുക്കളും പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന കണികകളും കുറയുന്നു. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു നമ്മൾ രക്തം പരിശോധിച്ചാൽ കണ്ടുവരുന്നത്.
അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ കൗണ്ട് വെളുത്ത രക്താണുക്കളുടെയും പ്ലേറ്റ്ലെറ്റിൻ്റെയും 2 കൗണ്ടും കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെങ്കി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശുശ്രൂഷകളോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഡെങ്കിപ്പനിയെ പറ്റി പറയാനുള്ളത്. അടുത്തൊരു തരം വൈറസ് പനിയാണ് ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നത്. അതും ഒരു തരം കൊതുകാണത് പരത്തുന്നത്. ഈ ചിക്കുൻ ഗുനിയ എന്ന പേര് തന്നെ വരാൻ കാരണം അത് ചിക്കുൻ ഗുനിയ എന്ന് പേരിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളെ വളയ്ക്കുന്നു, ദാറ്റ് വിച്ച് ബെൻസ് യു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വേദന കൊണ്ട് നിങ്ങൾ വളഞ്ഞ് ചുരുണ്ടു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ആ പനി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോയിൻറ്റുകൾ, ഒരുവിധം കൈൻ്റെയും കാലിൻ്റെയും നട്ടലിൻ്റെയൊക്കെ ജോയിൻറ്റുകളെ ബാധിച്ച് ഭയങ്കര വേദന ഉണ്ടാക്കുന്നതാണ്. അത് പക്ഷേ ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന സാധനം ഇപ്പം മറ്റ് ഡെങ്കിപ്പനി മറ്റുള്ള വൈറൽ ഫീവറിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു അപകടം പിടിച്ചതൊന്നുമല്ല, ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷേ ഈ ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനകൾ ഭയങ്കര മോർബിഡിറ്റി ഉണ്ട്. അതായത് അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിപരമായിട്ടുള്ള തൊഴിൽ ജീവിതത്തിലൊക്കെ വളരെയധികം ബാധിക്കുന്നു. കാരണം പനി വന്ന് പോയി കഴിഞ്ഞാലും ഈ വേദനകൾ ജോയിൻ്റൊക്കെ സ്റ്റിഫാവുന്ന പോലെ വളയ്ക്കാനും മടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന തരത്തിലുള്ള വേദനകൾ. അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ പനിക്ക് ശേഷം നിലനിൽക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ചിക്കൻ ഗുനിയ വന്നുപോയ ആൾക്കാർ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വരാറുണ്ട്. അതും ഒരു തരത്തിൽ ഈ കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് പനിയാണ്. അത്രയും അപകടകാരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിക്കൻ ഗുനിയ നല്ലോണം ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നൊരു തരത്തിലുള്ള പെട്ടൊരു പനിയാണ്. അടുത്തത് ഈ കൊതുകുകൾ പരത്തുന്ന വളരെ സാധാരണയായിട്ട് കാണുന്നതാണ് മലേറിയ എന്ന് പറയുന്നത് മറ്റൊരു കൊതുക് പരത്തുന്നൊരു അസുഖമാണ്. അത് 4 തരത്തിലുണ്ട്. 4 തരത്തിലുള്ള രോഗാണുക്കളുണ്ട്. അതൊരു തരം പാരസൈറ്റ് എന്ന് പറയുന്നത്, വൈറസ് പനിയല്ല. അത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം രോഗാണുവാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം ഒവേൽ, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അങ്ങനെ 4 തരത്തിൽപ്പെടുന്ന പാരസൈറ്റുകളാണ് ഈ മലേറിയ എന്ന് പറയുന്ന രോഗം 4 തരത്തിലുണ്ടാകുന്നത്. അത് വളരെയധികം കണ്ടുവരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരെയധികം കണ്ടുവരുന്നത്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളത്, ഈ 4 തരത്തിൽ ഏറ്റവും സാധാരണമായിട്ട് കണ്ടുവരുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാക്കുന്ന മലേറിയയാണ്. അതാണ് കൂടുതൽ മലേറിയകളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറയുന്ന ഒരു തരം ഒരു രോഗമാണ് ഉണ്ടാക്കുന്നതാണ് ഫാൽസിപ്പാരം മലേറിയ. വളരെ ഗൗരവമുള്ളതാണ്. അത് തലച്ചോറിനെ ബാധിക്കാം. അപ്പോൾ തലച്ചോറിൽ നീർക്കെട്ട് വന്നിട്ട് ഒരു അബോധാവസ്ഥ അല്ലെങ്കിലും ഒരുതരം കൺഫ്യൂഷൻ അവസ്ഥയിലേക്ക് പോവാം. ഇളക്കം, മറ്റേ ഫിറ്റ്സ് പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. മലേറിയ പരത്തുന്നത് കൊതുകുകളാണ്. എല്ലാ കൊതുകുകളും മലേറിയ പരത്തില്ല. അനോഫിലസ് എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ട കൊതുക്കളാണത് പരത്തുന്നത്. അതിൽ തന്നെ അനോഫിലസ് ആൺകൊതുകുണ്ട്, പെൺകൊതുകുണ്ട്. അതിൽ പെൺകൊതുകുകളാണ്, അനോഫിലസ് ഗ്രൂപ്പിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഈ മലേറിയ പരത്തുന്നത്. 4 തരത്തിൽപ്പെട്ട മലേറിയയും ഈ അനോഫിലസ് വകുപ്പിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത്. അപ്പോൾ ആ ഒരു കൊതുക് ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മലേറിയൽ പാരസൈറ്റ് അയാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 2 മുതൽ 3 ആഴ്ച അല്ലെങ്കിൽ 12 മുതൽ 18 ദിവസം വരെ, ചിലത് 20 ദിവസം വരെയും, വളരെ ദുർലഭമായിട്ടത് മാസങ്ങൾ വരെയും എടുക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരാൻ. വളരെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 12 മുതൽ 18 ദിവസം വരെയാണ് ഒരു കടി കിട്ടി മലേറിയയുടെ പാരസൈറ്റ് അകത്ത് കയറി കഴിഞ്ഞാൽ 12 മുതൽ 18 ദിവസം വരെ എടുക്കും അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരാനുള്ളത്. അപ്പോൾ അതാദ്യം ആദ്യം തൊലിയുടെ അടിയിലേക്ക് ഇത് കൊതുകിൽ നിന്ന് വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് അത് ബ്ലഡിലേക്ക് കിടക്കുന്നു. ബ്ലഡിൽ നിന്ന് അത് ലിവറിലേക്ക് പോകുന്നു. ലിവറിൽ വെച്ചത് പെറ്റ് പെരുകുന്നു. പിന്നീട് അത് വീണ്ടും രക്തത്തിലേക്ക് വരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു സൈക്കിള്. അപ്പോൾ ആ രക്തത്തിലേക്ക് ലിവറിൽ നിന്ന് ഓരോ പ്രാവശ്യം രക്തത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള പനി, വിറച്ച് വിറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തുള്ളണ പോലത്തെ പനിയാണ് വരിക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
കഠിനമായിട്ടുള്ള ക്ഷീണം, തലവേദന, മേലും കൈയും വേദന, ഛർദി, ചില ആൾക്കാർക്ക് കുറച്ചൊരു വയറിളകി പോകുന്നത്, മേലുവേദനകൾ, ജോയിൻറ്റ് പെയിനുകൾ, അതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഫാൽസിപാരം എന്ന് പറഞ്ഞ മലേറിയയിൽ അത് തലച്ചോറിനെ വരെ ബാധിക്കാവുന്നതാണ്. തലച്ചോറിൽ നീർക്കെട്ട് വന്ന് ഛർദി, തലവേദന, ചിലപ്പോൾ ഒരു ചെറിയൊരു അബോധാവസ്ഥ, അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ, ഇളക്കം പോലെ വരില്ല. അത് ചിലപ്പോൾ ജീവൻ അപകടം വരുന്ന ഒരു സാധനമാണ് ഈ ഫാൽസിപാരം മലേറിയ. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളും ഈ മഴക്കാലത്ത് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു പനി വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നതിലും മലേറിയയും കൂടി ടെസ്റ്റ് ചെയ്യുന്നത് ആവശ്യമാണത്. അപ്പം അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ചില സ്ഥലങ്ങളിൽ മലേറിയ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾ, അപ്പോൾ അതൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത്, ഇപ്പോൾ അടുത്തൊരു യാത്ര ഉണ്ടായിട്ടുണ്ടോ, കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ എവിടെയൊക്കെ പോയി. അപ്പോൾ ആ പോകുന്ന ചില പോക്കറ്റുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ മലേറിയ വളരെയധികം കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് മലേറിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും വളരെ പ്രോംപ്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അത് ശരീരത്തിനകത്ത് ഈ മലേറിയൽ പാരസൈറ്റ് ഇരിക്കാം. അത് ആഴ്ചകളോ മാസങ്ങളോ അതവിടെ കടന്നുകൂടി ക്രോണിക് മലേറിയൊക്കെ ആയിട്ട് പോകാനുള്ള സാധ്യതയാണ്. അപ്പം അതും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. മഴക്കാലത്ത് ഉണ്ടാവുന്ന വളരെ സാധാരണയായിട്ടുണ്ടാവുന്ന രോഗങ്ങളിലൊന്നാണ് വെള്ളത്തിലൂടെ പകരുന്നത്. ആ ഒരു ഗ്രൂപ്പ് അത് വളരെ കോമൺ ആണ്, വളരെ സാധാരണയായിട്ട് കാണുന്നതാണ്. ഈ കൊതു പരത്തുന്ന രോഗത്തിനേക്കാൾ കൂടുതൽ പക്ഷേ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കാണുന്നത്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു വർഷത്തിൽ തന്നെ 30 ലക്ഷത്തോളം വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് കണക്ക്. 30-35 ലക്ഷത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്, റിപ്പോർട്ട് ചെയ്യണതിൻ്റെ എണ്ണം. അപ്പം അതിനും കൂടുതലാവാനേ സാധ്യതയുള്ളൂ. വെള്ളത്തിലൂടെ പടരുന്ന അസുഖങ്ങളിൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത് അതിസാരം ഛർദി എന്ന് പറയുന്നത്, അതായത് വയറിളക്കവും ഛർദി, അതൊന്ന്. രണ്ടാമത് ടൈഫോയിഡ് ഉണ്ട്, കോളറ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം, എലിപ്പനി, അങ്ങനെയുള്ള വളരെ വളരെ മാരകമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞ വയറിളക്കം, ഛർദിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം അത് എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. കഴിയുന്നതും തിളപ്പിച്ചാറിയ ചൂടുള്ള അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ പാചകം ചെയ്ത ഭക്ഷണത്തിൽ നിന്നോ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നോ ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് തിളപ്പിക്കാത്ത വെള്ളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ചമ്മന്തി, അല്ലെങ്കിൽ ചട്നി, അല്ലെങ്കിൽ ഈ മയോണൈസ് പോലുള്ള സാധനങ്ങൾ, സോസുകൾ, പിന്നെ അതുമാതിരി അങ്ങനെയുള്ള പാചകം ചെയ്യാണ്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ, തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്നത്, ഇതിൽ നിന്നൊക്കെയാണ് ജ്യൂസുകൾ, അതുമാതിരിയുള്ള സോഡ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. അത് വയറുവേദന, പനി, ഛർദി, വയറിളക്കം ഇതൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇതിലേറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുട്ടികളാണ് അവർക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത്. അതുമാതിരി മഴക്കാലത്ത് ധാരാളം കണ്ടുവരുന്ന വേറൊരു വളരെ മാരകമായിട്ടുള്ളൊരു രോഗമാണ് നമ്മുടെ നാട്ടിൽ എലിപ്പനി എന്ന് പറയുന്നത്. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ വീൽസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ എലിപ്പനി എന്ന് പറയുന്നത്. അത് പടരുന്നതും ഈ പറയുന്ന പോലെ വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ വരുന്നതാണ്. അതുകൂടെ മാത്രമല്ല, ഇപ്പം കാലിൻ്റെ മുകളിൽ എവിടെയെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകൾ നമ്മൾ വേണ്ട പരിചരണമോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങൊന്നും കൊടുക്കാണ്ട് ചളിവെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന മറ്റ് വെള്ളങ്ങളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അതിലൂടെയും ഈ വീൽസ് ഡിസീസിൻ്റെ രോഗാണുക്കൾ അകത്തേക്ക് കയറാം. എലിയുടെ വിസർജ്യത്തിൽ നിന്നാണ് അത് അധികവും വരുന്നത്. അപ്പോൾ തുറന്നു വെച്ച ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എലിയുടെ വിസർജ്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ ഈ രോഗാണുക്കൾ ആ വെള്ളത്തിലേക്കും തുടർന്ന മുറിയിലൂടെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്കും കടക്കുന്നു. അത് തുടങ്ങുന്നത് വളരെ ശക്തിയായിട്ടുള്ള പനി, അതികഠിനമായിട്ടുള്ള ശരീരവേദന, അതിൻ്റെ ഏറ്റവും
സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ് അതികഠിനമായിട്ടുള്ള ശരീരവേദനയായിരിക്കും. മാത്രമല്ല പിന്നീടൊക്കെ ക്ഷീണം കൂടുന്നു, നല്ല ശക്തിയായിട്ടുള്ള പനി, ചില ആൾക്കാർക്ക് കുറേശ്ശെ മഞ്ഞപ്പിത്തം, ചില ആൾക്കാർക്കല്ല മഞ്ഞപ്പിത്തം തുടങ്ങുന്നു. പിന്നീട് അത് കൃത്യമായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുക, ചെയ്യുക, അല്ലെങ്കിൽ അത് വൈകി പോയി കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും തകരാറിലാവുക. അത് മാത്രമല്ല രണ്ടും ഫെയിലിയറിലേക്ക് പോയിട്ട് പിന്നീട് എന്താ പറയുക, ജീവനപകടം വരാം, അല്ലെങ്കിൽ ഡയാലിസിസോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്. കഴിയുന്നതും ഏറ്റവും അധികം ശ്രദ്ധിച്ച് അത് തടയേണ്ടതാണ്, വരാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി അങ്ങനെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കണ്ടുപിടിച്ചത് അതിൻ്റേതായിട്ടുള്ള ചികിത്സകൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പനിയാണ് എലിപ്പനിയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ മറ്റേ മഴക്കാലത്ത് വെള്ളത്തിലൂടെ പകരുന്ന, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും കഴിയുന്നതും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കാം. കാരണം നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അത്യാവശ്യം വൃത്തിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ പല ദിക്കിലും ഭക്ഷണശാലകളിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ ആ ഒരു സാഹചര്യം നമുക്ക് അറിയില്ല. എന്ത് രീതിയിലൊക്കെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവിടുത്തെ വൃത്തിയുണ്ട്, അവിടുത്തെ സാനിറ്റേഷൻ എങ്ങനെയാണ്, ഇതുണ്ടാക്കുന്ന വ്യക്തികളുടെ വൃത്തി, അവരുടെ ശരീരവൃത്തി എങ്ങനെയുണ്ട്, അതും പ്രധാനമായിട്ടുള്ളതാണ്. അവരുപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ, പ്ലേറ്റുകൾ, അതെന്ത് മാത്രം വൃത്തി. അപ്പോൾ അതൊക്കെ വളരെ സംശയമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ഈ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, അങ്ങനെ വയറ്റുന്നൊക്കെ ഛർദി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അത് കഴിയുന്നതും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എങ്ങനെയും യാത്ര പോവുകയാണെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഒരു 1-2 നേരത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോകുക. വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ അതുമാതിരി തന്നെ അത് കഴിയുന്നതില്ലാണ്ട് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളം സ്റ്റീൽ കുപ്പികളിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പികളിലോ ആക്കിയിട്ട്, പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കേണ്ട, ഗ്ലാസിൻ്റെ കുപ്പികളിലോ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഉത്തമം. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, കഴിയുന്നതും തുറന്ന് വെച്ച ഭക്ഷണങ്ങൾ കഴിക്കരുത്. അതായത് ഭക്ഷണം പാചകം ചെയ്തിട്ടിപ്പോൾ രാവിലെ ഉണ്ടാക്കി അത് ഉച്ചക്കലത്തുള്ള ഭക്ഷണം വെച്ചാൽ പ്രോപ്പറായിട്ട് അടച്ച് വെക്കണം. അത് പകുതി അടച്ച് പകുതി തുറന്ന് അങ്ങനെ ഇടുന്നും വേണ്ട. പ്രോപ്പറായിട്ട് അടച്ച് അത് പറന്നു പോയില്ല അല്ലെങ്കിൽ വീണ് പോയില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വെയിറ്റോ അങ്ങനെ എന്തെങ്കിലും നല്ല കൃത്യമായിട്ട് അടച്ചിട്ട് വെക്കുന്ന രീതിയിൽ വേണം ഭക്ഷണം സൂക്ഷിക്കാൻ. പിന്നെ പല ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ സ്വഭാവമുണ്ട്, ഈ തലേ ദിവസം ഭക്ഷണം പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുന്ന പരിപാടി. അതും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ രാത്രി കറണ്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അതാണെങ്കിൽ അത് കേടുവരാം. അത് പിറ്റേ ദിവസം രാവിലെ പിന്നെയും ചൂടാക്കി കഴിക്കുമ്പോൾ അത് കേടുവന്നിട്ടുണ്ടാവാം. ഇനി ചൂടാക്കാതെ കഴിക്കുന്നതല്ല, അത് അതിലേറെ അപകടം പിടിച്ച സാധനങ്ങളാണ്, പരിപാടിയാണ്. അപ്പോൾ അത് കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷ, അതായത് ചെരുപ്പോ ചപ്പലോ ഷൂസോ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കാരണം എന്താ വെച്ചാൽ കാലിൻ്റെ മുകളിൽ ചിലപ്പോൾ ചെറിയ മുറി ഉണ്ടാവും. നമ്മൾ രാത്രി ഉറക്കത്തിൽ ചൊറിഞ്ഞതോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയതോ ഒക്കെ ആയിട്ട് നമ്മളത് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ അത് ഈ ചളിവെള്ളത്തിലൂടെ അല്ലെങ്കിൽ നടന്ന് അതിലൂടെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഇറക്കിയിട്ട് അങ്ങനെ അത്തരത്തിൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഡോക്സിസൈക്കിൾ എന്നുള്ള മരുന്ന് കഴിക്കണം എന്നുള്ളത്. എലിപ്പനിയുടെ പ്രിവെൻഷൻ, എലിപ്പനിയെ തടയാനുള്ളൊരു മരുന്നാണ് അത് കഴിക്കണം. അപ്പോൾ അത് നമുക്ക് വരാതിരിക്കാൻ കഴിയുന്നതും ഇത്തരത്തിലുള്ള ശ്രദ്ധകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം നമുക്ക് അത് തടയാൻ പറ്റും. പിന്നെ അതുമാതിരി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വളരെ വൃത്തിയായിട്ട് ശുചിയായിട്ട് അത് സമയമെടുത്ത് തന്നെ കഴുകുക. വെറുതെ വെള്ളം നനച്ചിട്ട് ഓടിപ്പോരലല്ല, സമയമെടുത്ത് സോപ്പിട്ട് കഴുകുക തന്നെ ചെയ്യണം. എന്നാലേ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇതാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് വെള്ളത്തിലൂടെ പകരുന്നതിന്. നമ്മൾ മഴക്കാലത്ത് കൊതുകിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ വളരെ സാധാരണമായിട്ട് പകരുന്ന ഒരിതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അത് വായുവിലൂടെ പകരുക പറഞ്ഞപ്പോൾ ചുമ, അല്ലെങ്കിൽ അടുത്ത് നിന്ന് സംസാരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അസുഖം ബാധിച്ച ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന, അതാണ് വളരെ സാധാരണയായിട്ട് കാണുന്നത്. അതാണ് ഇപ്പോൾ ജലദോഷപ്പനി, നമ്മൾ ഈ ഫ്ലൂ എന്നൊക്കെ പറയുന്ന സാധാരണ ജലദോഷപ്പനികളുണ്ട്. തൊണ്ടവേദന, ഈ ടോൺസിലൈറ്റിസ് പോലുള്ള തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതുമാതിരി ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന, അതിലിപ്പോൾ ഏറ്റവും അധികം ഭീതി പരത്തിയിരിക്കുന്ന സാധനമാണ് H1N1 ഇൻഫ്ലുവൻസ.
അതൊക്കെ സാധാരണമായിട്ട് വായുവിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് കുട്ടികൾക്കാണ് കൂടുതൽ, വീണ്ടും കുട്ടികളിലാണ് ഇതിന് കൂടുതൽ സാധ്യത. കാരണം വെച്ചാൽ അവരുടെ പ്രതിരോധ ശേഷിയും അല്ലെങ്കിൽ അവരാണ് കൂടുതൽ ഇതിന് വൾണറബിൾ ആയിട്ടുള്ളത്. അതിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് കൂടുതലും കുട്ടികളായതുകൊണ്ടാണ്. അതിൽ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണുന്നത് ഈ തൊണ്ടവേദന അല്ലെങ്കിൽ നമ്മുടെ ജലദോഷപ്പനികൾ, അതാണ്. അത് അധികവും വരുന്നത് അതുള്ള ആൾക്കാരുടെ ആയിട്ടുള്ള അടുത്ത ഇടപഴകലും അടുത്ത സമ്പർക്കത്തു കൂടിയാണ് അത് സാധാരണ കിട്ടുന്നത്. അത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു ചെറിയൊരു പനിയും, തലവേദന, മൂക്കൊലിപ്പ്, മൂക്ക് അടപ്പാവാം, വെള്ളം ഇറക്കുമ്പോൾ തൊണ്ടയിലൊരു വേദന. ഇത് ടോൺസിലൈറ്റിസ് വരികയാണെന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാവും. ടോൺസിലുകൾ വലുതായി വീർത്ത് അതിൽ പഴുപ്പ് പോലെ വരാം. വലിയ ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ടോൺസിൽ ഉണ്ടാവില്ല, തൊണ്ട മുഴുവൻ ചുവപ്പ് നിറം വന്ന് വെള്ളം ഇറക്കുമ്പോൾ ഭയങ്കര വേദനയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. ഇപ്പം ഈ മൂക്കിൽ നിന്നുള്ളത് വൈറസ് പനി, പക്ഷെ അത് ശരിക്കും പോയില്ല എന്നുണ്ടെങ്കിൽ സൈനസുകളിൽ കെട്ടിയിരിക്കുന്ന നീരിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് സൈനസൈറ്റിസ് ആവാം. അതൊക്കെയാണ് സാധാരണ ഇതിൽ നിന്ന് കോമൺ മറ്റേ ഫ്ലൂ എന്ന് പറയുന്ന സാധാരണ വരുന്ന അസുഖത്തിൽ കാണുന്നത്. പിന്നുള്ളത് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വൈറസിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഓരോ വർഷവും ഇൻഫ്ലുവൻസ വൈറസ് പലതരം പുതിയ പുതിയ സ്ട്രെയിനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ പുതിയ തരം വരുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിനും മരുന്നുകൾക്കും അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള പുതിയ തരത്തിലുള്ള വൈറസുകൾ ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ വർഷവും നമുക്ക് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായിരുന്ന വൈറസിൻ്റെ അസുഖത്തിനേക്കാൾ കുറച്ചുകൂടെ സ്വഭാവം മാറിയിട്ടാവും ഇപ്പോൾ പ്രാവശ്യം ഇതുകൾ വരിക. അപ്പോൾ മരുന്നുകൾ ചിലപ്പോൾ ഫലിക്കാനും അതുമാതിരി തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ച് മാറ്റം അതിനും വന്നിട്ടുണ്ടാവും. അതിൻ്റെ ലക്ഷണങ്ങളും ഈ പറഞ്ഞ ഇതേ ലക്ഷണങ്ങളിലാണ്: തലവേദന, പനി, ഒരു ചെറിയ ജലദോഷം, തൊണ്ടവേദന, ശരീരവേദന, ഭയങ്കരമായ ക്ഷീണം. ഇതിനൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ ഇത് ഒരുതരം ഇൻഫ്ലുവൻസ പനിയാണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന സമയങ്ങളിൽ അതിന് ഈ ഇൻഫ്ലുവൻസയ്ക്ക് എതിരായിട്ടുള്ള ആൻറ്റിവൈറൽ മരുന്നുകൾ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച്, രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ടും അതിനനുസരിച്ചിട്ട് അത് കൊടുക്കാൻ പാടില്ല. വെറുതെ കയറിയിട്ട് ആൻറ്റിവൈറൽ മരുന്ന് കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ആൻറ്റിവൈറൽ മരുന്നുകൾ, വൈറസിനെതിരായിട്ടുള്ള മരുന്നുകൾ വേണമെങ്കിൽ കഴിക്കണം. പിന്നെ ശ്വാസം മുട്ട് അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 65-70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അവർക്കൊക്കെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറയുക അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇൻഫ്ലുവൻസ ഇഞ്ചക്ഷൻ, അതായത് വാക്സിനേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നല്ലൊരു പരിധി വരെ ഇൻഫ്ലുവൻസ തടയാൻ അതുകൊണ്ട് പറ്റും. അപ്പോൾ അത് എല്ലാ കൊല്ലവും ചെയ്യണമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഉള്ള സ്ട്രെയിനുകൾ വൈറസ് ആവില്ല ഇക്കൊല്ലത്തെ. അത് ആ വൈറസിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്സിനേഷൻ ഒന്ന് മാറും, അതിൻ്റെ സ്വഭാവം ഒന്ന് മാറും, അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടെ ആസ്പത്രി ഇങ്ങനെ വന്ന് ജലദോഷം, പനി, ചുമ, ആ ആസ്പത്രിയിൽ വരുന്നതിൻ്റെ അളവ് പെട്ടെന്ന് കുറയും. 4, 5, 6 പ്രാവശ്യം ആസ്പത്രിയിൽ വരുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യമേ വരേണ്ട ആവശ്യം വരുള്ളൂ. കാരണം അതിന് നല്ലൊരു ശതമാനം തടയാൻ ഈ പറഞ്ഞ വാക്സിൻ കൊണ്ട് പറ്റുന്നുണ്ട്. അതായത് ഇത് രണ്ടുമാണ് സാധാരണ ഇതിൽ ഈ വായുവിലൂടെ പടരുന്ന രോഗങ്ങൾ. അതിനെ നമുക്ക് തടയാനുള്ള മാർഗം ഏറ്റവും നല്ലത് സംസാരിക്കുമ്പോൾ അകലം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക. മറ്റുള്ള ഇപ്പോൾ നമ്മളൊരു കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലത്ത് നിന്നൊക്കെ ചുമയ്ക്കുക, തുമ്പോ ചെയ്യുമ്പോൾ വായും മൂക്കും പൊത്തിക്കൊണ്ട്, കർച്ചീഫ് ഉപയോഗിച്ച് പൊത്തിക്കൊണ്ടത് ചുമയ്ക്കുക, തുമ്പോ ചെയ്യാം. മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ജലദോഷ അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ കുറച്ച് അകലത്തിൽ നീങ്ങി നിന്നിട്ട് കൈകാലുകൾ എപ്പോഴും ശുദ്ധിയായിട്ട് വയ്ക്കുക. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക, അത് നിർബന്ധമാണ്. അത് ഏത് വൈറസ് പനിയിലാണ്, ഇപ്പോൾ ഡെങ്കി പനിയിലാണെങ്കിലും ഏത് വൈറസ് പനിയിലാണെങ്കിലും വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയരുത്. ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം. ഈ നിർജ്ജലീകരണം എന്ന് പറയുന്നത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് പനിയുടെ ലക്ഷണങ്ങളും കൂടും, അതിൻ്റെ തീവ്രതയും കൂടും, ക്ഷീണം ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് വെള്ളം ധാരാളം കുടിക്കുക, തികഞ്ഞ റെസ്റ്റ് എടുക്കുക, 100% റെസ്റ്റ് എടുക്കുക. അത് രണ്ടുമാണ് ഇതിനകത്ത് കൂടുതൽ പ്രധാനമായിട്ടുള്ള കാര്യം.